ഗജലക്ഷ്മി രാജയോഗം. ഇതൊരു സാധാരണ രാജയോഗമല്ല. 11 നക്ഷത്ര ജാതകർക്ക് ജീവിതം തന്നെ മാറാൻ പോകുന്നു. ഒരാളുടെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും, കഷ്ടപ്പാടുകളുള്ള, ഒന്നും നടക്കാത്ത കാലം. പക്ഷെ ചില നിമിഷങ്ങളുണ്ടാകും, ഭാഗ്യത്തിൻ്റെ വാതിൽ മലർക്കെ തുറക്കുന്ന സമയം. ഭാഗ്യം വാതിൽ തുറന്ന് അകത്ത് കടന്നാൽ പിന്നെ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയധികം ഭാഗ്യമായിരിക്കും, അത്രയധികം നേട്ടമായിരിക്കും അവരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട്. വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവർക്ക് പോലും ഒരു സമയം നല്ല ഒരു നേട്ടം വന്നു ചേരും. ആ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും, അതുപോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഇപ്പോൾ അങ്ങനെ ഒരു അപൂർവ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഗജലക്ഷ്മി രാജയോഗം എന്ന് വിളിക്കും. ഈ രാജയോഗം ലഭിക്കുന്നവർക്ക് ധനം, സ്ഥാനമാനം, ജോലിയിൽ ഉയർച്ച, കടബാധ്യതകളിൽ നിന്നും മോചനം, വീട്ടിൽ സന്തോഷം, മനസ്സിൽ സമാധാനം, ഇങ്ങനെ പല നല്ല കാര്യങ്ങളും വന്നു ചേരും. ഇവയെല്ലാം ഒരുമിച്ച് വന്നു ചേരും എന്നതാണ് ജ്യോതിഷത്തിൽ ഗജലക്ഷ്മി രാജയോഗത്തിന് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന 11 നക്ഷത്ര ജാതകർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ അവസരം നഷ്ടമാക്കിയാൽ വീണ്ടും ഇത്തരമൊരു അവസരം അല്ലെങ്കിൽ ഇത്തരമൊരു സമയം ജീവിതത്തിൽ വരില്ല. വരണമെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ തടഞ്ഞു നിന്ന കാര്യങ്ങൾ പതിയെ തുറക്കാൻ പോകുന്ന സമയമാണ്. അതായത് ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്നു. ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന ജോലി, ബിസിനസ്, ധനലാഭം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം വന്നു ചേരും. അതായത് എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. പക്ഷേ ഒരു കാര്യം, പെട്ടെന്ന് കോപപ്പെടുന്ന സ്വഭാവം കുറയ്ക്കണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വെണ്ണ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുക. ഇത് ചെയ്താൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും, സമാധാനം ഇരട്ടിക്കും, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഏതായാലും അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ സൂര്യൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും. സമൂഹത്തിൽ മാന്യത ഉയരും, പലരും നിങ്ങളെ തേടി വരും, നിങ്ങളുടെ ജീവിതം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിക്കിട്ടും. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ കഴിയും, അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയും. തീർച്ചയായും ഇത് നിങ്ങൾ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. കാർത്തികയുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ശിവന് ജലധാരയും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ശിവാനുഗ്രഹം വന്നാൽ തടസ്സങ്ങളെല്ലാം ഉരുകിപ്പോകുമെന്നാണ്. ഇവിടെ നിങ്ങളെ തേടി ശിവഭഗവാൻ വന്നിരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന വിവാഹം, അത് നടക്കുവാനുള്ള യോഗം കാണുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സാമ്പത്തിക പുരോഗതി കാണുന്നു. മനസ്സിലുണ്ടായിരുന്ന പേടിയും വിഷമവും കുറയും. പോകേണ്ട ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നീരാഞ്ജനം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. ഇത് കുടുംബസൗഖ്യം വർദ്ധിപ്പിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും.
അടുത്ത നക്ഷത്രം പൂയമാണ്. നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം വളരെ ശക്തമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. ധനം ധാരാളം വന്നു ചേരുന്ന സമയം. അത്യാപൂർവമായ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. പോകേണ്ട ക്ഷേത്രം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ചെയ്യേണ്ട വഴിപാട് കടലപ്പരിപ്പ് ദാനം ചെയ്യുക. ഇത് നിങ്ങൾക്ക് ധനയോഗം ശക്തമാക്കും. അടുത്ത നക്ഷത്രം മകമാണ്. രാജയോഗ ഫലം ഏറ്റവും ശക്തമായി കാണുന്നു. പലരും നിങ്ങളെ മാനിക്കാൻ തുടങ്ങും. അധികാര സ്ഥാനം ലഭിക്കും. ധാരാളം ധനം വന്നു ചേരും. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ചുവന്ന പൂക്കൾ ഭദ്രകാളിക്ക് സമർപ്പിക്കുക. ബഗ്ലാമുഖി അർച്ചന നടത്തുക. ഇത് ശത്രുദോഷം ഇല്ലാതാക്കും. ആറാമത്തെ നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് വീട്, വാഹനം, സ്വത്ത് സംബന്ധമായ ഭാഗ്യങ്ങൾ തെളിയും. വളരെ നാളായി നിൽക്കുന്ന കാര്യങ്ങൾ, തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ഇത് കുടുംബ ഐശ്വര്യം കൂട്ടും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. ഏഴാമത്തെ നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ പുതിയ ആളുകൾ വരും. അത് ചിലപ്പോൾ ജോലിഭാഗ്യമായും വിവാഹഭാഗ്യമായും മാറാം. പോകേണ്ട ക്ഷേത്രം ദേവീക്ഷേത്രമാണ്. നെയ്വിളക്ക് തെളിയിക്കുക. ഇത് മനസ്സിലെ ഇരുട്ട് മാറ്റി വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുതരും. എട്ടാമത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്ര ജാതകർക്ക് വലിയ സാമ്പത്തിക നേട്ടം കാണുന്നു. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്കിനി സന്തോഷകരമായിട്ടുള്ള സമയമാണ്. വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പായസ നൈവേദ്യം നടത്തുക. ഇത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഒൻപതാമത്തെ നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യ ഉദയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. അപ്രതീക്ഷിത ധനഭാഗ്യം വന്നു ചേരും. ചെയ്യേണ്ട വഴിപാട് ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തി അരവണ പായസം സമർപ്പിക്കുക. ഇത് തടസ്സങ്ങളൊക്കെ നീക്കും. പത്താമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സമാധാനവും സന്തോഷവും വരുന്ന സമയമാണ്. വിദേശ യാത്രാ ഭാഗ്യം വരെ ചിലർക്കുണ്ട്. പോകേണ്ട ക്ഷേത്രം ഗണപതി ക്ഷേത്രമാണ്. മോദകം സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ഗണപതി അനുഗ്രഹം വന്നാൽ തടസ്സങ്ങൾ മാറി ഭാഗ്യം കൈവരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. അടുത്ത നക്ഷത്രം 11ാമത്തെ രാജയോഗ നക്ഷത്രം. വീണ്ടും പറയുന്നു, ഈ നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. നക്ഷത്രം മറ്റാരുമല്ല, മകമാണ്. ജ്യോതിഷപ്രകാരം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ രാജയോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് മകൻ നക്ഷത്രം. പക്ഷേ അഹങ്കാരം ഒഴിവാക്കിയാൽ മാത്രം ഈ ഭാഗ്യം നിലനിൽക്കും. വിനയം പാലിച്ചാൽ അപ്രതീക്ഷിത ഉയർച്ച ജീവിതത്തിൽ കടന്നു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഉറപ്പാണത്. ഞാനിവിടെ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വഴിപാട് ചെയ്യാൻ ശ്രമിക്കൂ. കാരണം ചില സമയങ്ങൾ ജീവിതം മാറ്റാൻ വരുന്നതാണ്. ഗജലക്ഷ്മി രാജയോഗം നിങ്ങളുടെ വീട്ടിലേക്കും ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരും. ഉറപ്പാണ്. ഇത് സത്യമാണ്. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും. ഉറപ്പാണ്, സത്യമാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.